മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മഷ്റൂം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടൊന്ന് വലുതായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത മഷ്റൂമൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാളയും 2 വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റിന്റെ പകുതിയും ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയുമാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം വലുതായതുകൊണ്ടാണ് ഹാഫ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കവും ക്യാരറ്റും നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 2 വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 2 തണ്ട് സ്പ്രിംഗ് ഒണിയനും കൂടി എടുത്തിട്ടുണ്ട്. അതിന്റെ ഗ്രീൻ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ വൈറ്റ് പാർട്ട് നമുക്ക് സവാള വഴറ്റുന്ന കൂട്ടത്തിലിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. റൈസ് ഇപ്പം നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ട്. റൈസ് വേവിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗം വേകുമ്പോഴേക്കും നമുക്ക് റൈസ് കോരിയെടുക്കാം. ഇനി നമുക്കിതിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഒണിയന്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റാണ് കൂടുതൽ സമയം വേകാനുള്ളത്. ക്യാരറ്റ് ഒന്ന് ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. റൈസ് ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിന് കോരിയെടുക്കണം. നമ്മുടെ മഷ്റൂം തുറന്ന് നോക്കാം. മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടും. മഷ്റൂമൊക്കെ ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. മഷ്റൂമിലും ചേർത്തതാണ്, റൈസിലും ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കണ്ട. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ട് പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 തവി വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. ഈ റൈസിലേക്ക് ഈ മഷ്റൂം മസാല നന്നായിട്ട് കോട്ടാവുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസ് പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കാനായിട്ട്. ഇതുപോലെ തവിയോ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. സ്റ്റീലിന്റെ തവി ഉപയോഗിക്കാതിരുന്നാൽ നന്നായിരിക്കും. സ്റ്റീലിന്റെ തവി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റൈസൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവർക്ക് പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.